പ്രകൃതി ന്യൂട്രിയൻസിൻ്റെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടത്തില്ല. കാര്യം നമ്മൾ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു ബ്രേക്ക് ഔട്ട് എത്തിയെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തതിന് മുമ്പ് നമുക്ക് എന്നാണ് ഈ ചാർട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ടായതെന്നൊക്കെ നോക്കാം. 2022 റേഞ്ചിലാണ് സ്റ്റാർട്ടായത്. കാര്യം നമ്മുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പോൾ കയ്യിലുള്ളവരാണെങ്കിലും കാണുവാണെങ്കിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസിനകത്ത് പലരുടെ അതിനകത്തും കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ അതിനകത്ത് കാണുന്നവർക്ക് അങ്ങനത്തെ കൂടി ഒരു ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ചാർട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടും. കാര്യം വീഡിയോ കണ്ടു ഇപ്പോൾ സബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ നഷ്ടം വരരുത്. കാരണം നമ്മുടെ ഒരു ചാനലും ഉണ്ട്. കാരണം നമ്മളൊരു ഫാമിലി പോലാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പം നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓവറോൾ ഒരു അപ്പറിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഇവിടെ LC വന്നിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർട്ട് പാറ്റേൺ ആണ്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ പൈസയും കൂടെ നിങ്ങളുടെ ഒരു 10,000 ഉണ്ടെങ്കിൽ 10,000 ഒരു ഷെയറിലിടല്ലേ. കാരണം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, ഇപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ കയറി ഒരു എൻട്രി നിങ്ങൾ കണ്ടിട്ട് അപ്പം അതിനൊരു ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 10,000 രൂപയെ നിങ്ങൾ റിസ്കിലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ നമ്മൾ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം പൈസ സ്പ്ലിറ്റ് ചെയ്ത് പല ഷെയറിലായിട്ട് ഇടുക. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഫോമായി നിൽക്കും നമുക്ക് കാണാം. എന്താ സിമ്പിളായിട്ട്. അപ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വിസ്തരിച്ച് ഈ ചാർട്ടിൻ്റെ അനാലിസിസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു. ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, കണ്ടോ. നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനൊരു ലൈൻ വരയ്ക്കുന്നു. ഇതിനൊരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മളിവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി നീട്ടി തന്നെ വരയ്ക്കുക. കാര്യം വേറൊന്നുമല്ല. കാര്യം നിങ്ങളങ്ങനെ വരയ്ക്കാൻ നേരത്തെ നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ആണെങ്കിൽ കിട്ടണമെന്നുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു പിന്നെ നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് തിരുത്തിയും വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേണ്ടി ഇങ്ങനെ ഒന്ന് വെക്കുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ കാണുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ ഇന്നലെ ഒരു ബ്രോ ആണെങ്കിൽ ചോദിച്ചു സപ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ അതിനെപ്പറ്റി എല്ലാം വീഡിയോസ് കേട്ടിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ എത്തുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഇവിടെ എത്തുമ്പോഴത്തേക്കും റിവേഴ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ഏരിയ നമ്മളവിടെ വരയ്ക്കുന്നു. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു, കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നേക്കുന്നത്, കണ്ടോ. സിമ്പിളല്ലേ. നമ്മൾ ജസ്റ്റ് ഈ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മാറ്റാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് വരച്ച് നോക്കുക. ഞാനതിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വരയ്ക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്തൊരു എൻട്രിയെ പറ്റി ആലോചിക്കുന്നവർ ഇതാ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നു. ഇവിടെ തൊട്ട് താഴെ ഒന്നുകിൽ ഇവിടെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം നിങ്ങളുടെ ഒരു റിസ്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. ലോജിക്കൽ സ്റ്റോപ്പ് ലോസുകൾ തന്നെ എപ്പോഴും വെക്കുക. ക്യാൻഡിൽസിൻ്റെ താഴെയോ സ്വിംഗ് ഓയിലോ ഒക്കെ നിങ്ങൾ ലോജിക്കലായിട്ട് വെക്കുക. പിന്നെ നമുക്ക് അടുത്ത ഇതിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ്, ഒരു റെസിസ്റ്റൻസ് വരെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കുറച്ച് താഴെ നമുക്ക് വെക്കാം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ വരെ നമുക്കിത് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നടക്കാൻ ചാൻസ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് ഒരു റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോകും. പിന്നെ തിരിച്ച് താഴോട്ട് അങ്ങനെ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ട് ഇങ്ങനെ വന്ന് തട്ടി ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഒരു കയറ്റം കയറാനായിരിക്കും ചാൻസ്. ഓക്കെ, അപ്പം നമ്മളത് നോക്കി കണ്ടും എൻട്രി എടുക്കുക. നിങ്ങളുടെ ഒരു വ്യൂ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരിക്കലും ചാടി കയറി എൻട്രി എടുക്കാൻ പാടില്ല. അപ്പം താഴേന്ന് വാങ്ങിച്ചിട്ടുള്ളവരൊന്നും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ നമുക്ക് പല എൻട്രികൾ നമുക്ക് കാണാൻ പറ്റും. എന്താ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ചവർ റെസിസ്റ്റൻസ് വരെ എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തല്ലോ. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ ഒരു 90 നിന്ന് വാങ്ങിച്ചാൽ നമുക്കൊരു 123 റേഞ്ച് വരെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വന്നിട്ട് കണ്ട് ഇവിടെ വരെ നല്ലൊരു പെർസെൻറ്റേജ് എടുത്തുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര നമുക്ക് നോക്കാം. ഇതുകൊണ്ട് പ്രൈസ് റേഞ്ച് എടുത്ത് വെച്ചിട്ട് എന്താണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, സിമ്പിൾ. അപ്പോൾ ഈ ഒരു ഏരിയ വരെ നമുക്കൊരു 50% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ ചാർട്ട് നിങ്ങളുടെ ഒരു വ്യൂവിന് ഓപ്പോസിറ്റ് വരുന്നത് വരെ, അതായത് ഒന്നുകിൽ ടാർഗറ്റ് അല്ലെ സ്റ്റോപ്പ് ലോസ് അവിടെ എത്തുന്നത് വരെ ഇംപ്രവൈസ് ചെയ്ത് നിങ്ങളത് കൈ വെക്കണം. അത്
അപ്പം താഴേന്ന് വാങ്ങിച്ചവരൊന്നും പേടിക്കണ്ട. ഇവിടെ നിന്നാണ്ട് ഇങ്ങനെ വന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരാൻ തന്നെയാണ് ചാൻസ്. വീണ്ടും പറയുന്നു, പേടിക്കേണ്ട ഒരു ഏരിയ അല്ലെങ്കിൽ ഒന്ന് അലേർട്ട് ആവേണ്ട ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ അതൊന്ന് ബ്രേക്ക് ആയിട്ട് താഴെ പോകുമ്പോഴേക്കും ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ കളികളെല്ലാം മാറും. പിന്നെ നടക്കുന്നത് നമുക്ക് പിന്നെ ആ ഒരു സമയത്ത് തന്നെ കണ്ടറിയേണ്ടി വരും. അല്ലാതെ 100% എടുത്തൊരു സംഭവം ഇല്ല. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റുള്ള പെയ്ഡ് ഗ്രൂപ്പുകളിലൊന്നും പോകാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം സെൽഫ് ഡിപ്പെൻഡൻ്റായിട്ട് സ്വയമായിട്ട് ചെയ്ത് പാറ്റേൺസ് എല്ലാം വരച്ച് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ക്യാപിറ്റൽ മാക്സിമം പിടിച്ചെടുത്ത്, അതായത് ക്യാപിറ്റൽ അധികം ലോസ് ആകാതെ, അതായത് സ്റ്റോപ്പ് ലോസ് ഒക്കെ കൃത്യം മാനേജ് ചെയ്തിട്ട് ചെയ്യണം. അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പം നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ മറ്റൊരു ചാർട്ട് ബ്രേക്കിങ്ങിലോ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് ട്രേഡിംഗ് പ്ലേലിസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സൈക്കോളജിയിലോ കാണാം. നല്ലൊരു ചാർട്ട് പാറ്റേൺ വരുമ്പോഴത്തേക്ക് ഞാൻ അതെന്തായാലും ആഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയും വേണം. ഓക്കെ, നമ്മളെല്ലാവരും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.